എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് നാടൻ രുചിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മധുര പലഹാരം തയ്യാറാക്കാം. ഈ പലഹാരം തയ്യാറാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലേക്ക് ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം. ബാക്കി വന്നിട്ടുള്ള നെയ്യിലേക്ക് 2 ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. എടുക്കുന്ന ഏത്തപ്പഴം നല്ല പഴുത്ത ഏത്തപ്പഴമായിരിക്കണം എടുക്കേണ്ടത്. നെയ്യിൽ കിടന്ന് നന്നായി വഴന്നു വന്നിട്ടുള്ള ഏത്തപ്പഴം ഈ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തിട്ടുള്ള ഏത്തപ്പഴത്തിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് ഇവയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച പഴത്തിൻ്റെ കൂട്ടിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഇവയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ശർക്കരപ്പാനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇവയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തുള്ള ശർക്കരപ്പാനി ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട്. പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നതാണ് ഈ മാവിൻ്റെ ഒരു പാകം. മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. ഈ മധുര പലഹാരം തയ്യാറാക്കി തുടങ്ങാം. വാഴയില ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ടുള്ള മാവ് ഇതുപോലെയൊന്ന് വാഴയിലയുമായി മടക്കിയെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഇഡലി പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്ത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പലഹാരം ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഇഡലി പാത്രം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ഒരു 4 മണി പലഹാരത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.